രാഹുൽ അങ്ങനെ സ്വതന്ത്രനായി നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്രയോ കാലം നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ഐസ്ക്രീം പാർലർ, സോളാർ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളിൻ്റെയും പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചിട്ടില്ല. അത് രാഹുലിന് ചിലപ്പോൾ ഒരു പിടിവള്ളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാഫി പറമ്പിലിനെ പോലെ ഒരു മിഡ് ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് അദ്ദേഹം തിരുത്തപ്പെടുന്നില്ല? അങ്ങനെ ഭയക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും പൊതുജനം കാണുന്നതാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പമാണ് എന്നാണ്. വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും, അല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും എൻഡോഴ്സ് ചെയ്യില്ല എന്ന് പറയായിരിക്കും. അതൊരു ബ്ലാങ്കറ്റ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ഡോറ് തുറന്നിട്ട് കൊടുത്തു BJPക്ക്, അല്ലേ? പാലക്കാട് BJPക്ക് ഇപ്പോൾ ഒരു ഡോറ് തുറന്നിട്ട് കൊടുക്കുകയാണ്. ഇനി അവിടെ വരുന്ന ഏതൊരു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചെയ്തികളുമായിട്ട് ഒരു തരത്തിലും ഓൺ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമില്ലാത്ത ഏതൊരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാലും അവർ തെരഞ്ഞെടുപ്പിൽ ഈ ബ്ലെയിം മൊത്തം കേട്ടേ പറ്റുള്ളൂ. CPM എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റെയിനിങ് സംവിധാനമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ലീഡ്സ് ഇറ്റ്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും ഇറസ്പോൺസിബിളായി സംസാരിക്കുകയും ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ഒരു പക്ഷേ അദ്ദേഹമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പരസ്പര വിരുദ്ധമാണ്. ഈ സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി കൂട്ടുകെട്ടിനെന്ന്, അപ്പം ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇറ്റ്സ് എ പോയിസൺസ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഈ സമീപകാലത്തുള്ള സംഭവ വികാസങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ബാധിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളൊരു പൊളിറ്റീഷ്യനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊറാലിറ്റി ഉണ്ട്. ആ മോറൽ കോഡ് എല്ലാവർക്കും വേണം, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊളിറ്റീഷ്യൻ ബൈ ഡിസൈൻ കുറേ ആൾക്കാരെ റിസീവ് ചെയ്യാനായിട്ട് ബാധ്യതപ്പെട്ട ആളാണ്, പ്രത്യേകിച്ച് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ആ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വീട്ടിലേക്ക് ഒരു സമയത്ത്, ഏത് സമയത്ത്, ആ സമയത്താണെങ്കിലും ഒരു സ്ത്രീക്ക് ചെന്ന് ഒരു പരാതി ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കണം. ആ അവകാശി ഒരു പൊട്ടൻഷ്യൽ പ്രേ ആണ് എന്ന രീതിയിലത്തേക്ക് ഒരാൾ കാണുകയും അയാളുടെ മൊറാലിറ്റി മോശമാവുകയും അവരെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടും ഒരാളിന് സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോറൽ കോഡ് സത്യത്തിൽ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്, ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് വളരെ വോക്കലായിട്ട് സംരക്ഷിക്കാം. രണ്ട്, മിണ്ടാതെ ഇരുന്ന് സംരക്ഷിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വളർച്ചയിൽ ഷാഫി പറമ്പിലിനുള്ള പങ്കിനെ പറ്റി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പകരക്കാരനായി പാലക്കാട്ടേക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഇത്ര വലിയ രീതിയിലത്തേക്കുള്ള ഒരു ബ്ലെയിം ഉണ്ടാകുന്ന സമയത്ത് തള്ളിപ്പറയാൻ തയ്യാറാകണം. ഞാൻ ഇതിനോടൊപ്പമല്ല എന്നുള്ളത് പറയാൻ തയ്യാറാകണം. അവിടെ അത്ര വോക്കലായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പറയാതിരുന്നതിനകത്തൊരു ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു പ്രശ്നവും അതിനകത്ത് കാണുന്നില്ല. അല്ല, അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രശ്നം എന്നുള്ളത് ഇല്ലെങ്കിൽ പോലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ധാർമ്മികതയുടെ രാഷ്ട്രീയമല്ല. ഞാൻ പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ ക്ലീൻ ആയിരിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. ആ പൊളിറ്റീഷ്യൻ ക്ലീൻ ആയിരിക്കുക എന്ന് പറയുന്ന സംഭവത്തിൽ VD സതീശൻ എടുത്ത പൊസിഷൻ കറക്റ്റാണ്. ഇപ്പോൾ സമസ്തയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിൽ സതീശനെ വിമർശിക്കുന്നത് ഞാൻ തന്നെ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും നന്നായി പൊസിഷൻ എടുത്തിരിക്കുന്നത് VD സതീശൻ. അദ്ദേഹം പറഞ്ഞെന്താ, കടൽ ഇരമ്പുന്നത് പോലെ ആൾക്കാർ എൻ്റെ അടുത്ത് പ്രതിഷേധമായിട്ട് ഇരമ്പി വന്നാലും ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് സീനിയർ നേതാക്കന്മാർ ഇദ്ദേഹത്തെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ രമേശ് ചെന്നിത്തല പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള മുതിർന്ന നേതാക്കന്മാർ ആ രീതിയിലത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെ പോലെ ഒരു മിഡ് ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് അദ്ദേഹം തിരുത്തപ്പെടുന്നില്ല? ഞാൻ പറയുന്നത്, നമ്മളൊരു പാർട്ടി സംവിധാനം എന്ന് പറയുമ്പോൾ സെമി കേഡർ എന്നൊരു വാക്കൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ്. സെമി കേഡറല്ല, ക്വാർട്ടർ കേഡറെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ ലീഡർഷിപ്പിന് ഇവരെ തിരുത്താനും എടുക്കാനും ഒക്കെ പറ്റണം. അത് പറ്റുന്നില്ല. എന്തിനെങ്കിലും അങ്ങനെ ഭയക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇതിനകത്തൊരു നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വേണമെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ തള്ളി പറയാമായിരുന്നു, അല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് എനിക്ക് അപകടമായി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പശ്ചാത്തപിക്കാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞ അതൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലുള്ള തെറ്റിനെ പറ്റി പുള്ളിയുടെ കൺവിക്ഷനെ കുറിച്ച് സംസാരിക്കണമായിരുന്നു. അല്ലാതെ ഇതൊരു നിയമപ്രശ്നമാണെന്നും നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നും ഒരാൾ പറയാതെ തന്നെ നമുക്കറിയില്ലേ. അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു സൗഹൃദം മോശമായിരുന്നു എന്നും അതിൻ്റെ പേരിൽ ഞാൻ പശ്ചാത്തപിക്കുന്നതൊന്നും പറയണ്ട. ആ വിഷയത്തിലുള്ള ഓണസ്റ്റ് നിങ്ങളുടെ നിലപാടെന്താണ്? ആ വിഷയത്തിൽ അത് മാത്രം പറയണം. ഷാഫി ആ ഒരു നിലപാട് എടുക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭയം ഉണ്ടായിരിക്കില്ലേ?
അല്ല, ഇത് ഭയമാണോ എന്നെനിക്കറിയില്ല. ഭയം കൊണ്ടാണോ അതോ ഞാനും എൻ്റെ ഗോഡ് ഫാദർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി ചാർത്തപ്പെടും എന്ന രീതിയിലത്തേക്കാണോ അതെനിക്കറിയില്ല. ആ രീതിയിലത്തേക്കൊന്നും ഞാനൊരു ആരോപണമൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ മറ്റ് സീനിയർ നേതാക്കന്മാർ എടുത്തതുപോലെയുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോഴും പൊതുജനം കാണുന്നതാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് എന്നാണ്. വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും, അല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും എൻഡോഴ്സ് ചെയ്യില്ല എന്ന് പറയായിരിക്കും. അതൊരു ബ്ലാങ്കറ്റ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റാണ്. സ്പെസിഫിക് ആയിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് വരണം എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. പക്ഷേ കോൺഗ്രസിന് അതിന് കഴിയുന്നില്ല. നമ്മൾ ഈ അടുത്തിടെ തന്നെ ഒരു ചടങ്ങിൽ കണ്ടില്ലേ, ഒരാൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പോവുകയും തെള്ളുകയൊക്കെ ചെയ്യാണ്. അത് ധാർഷ്ട്യമാണ്, അത് അഹങ്കാരമാണ്. ആ രീതിയിലത്തേക്ക് ഒരു നേതാവിനെയും അഴിച്ചു വിട്ടിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് കോൺഗ്രസ് മനസ്സിലാക്കണം. ഇതെല്ലാം ആൾക്കാർ കാണുക. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, പത്രസമ്മേളനങ്ങളിൽ ഇരുന്നിട്ട് ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ വരെ മോശം പ്രസ്താവനകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മലയാളത്തിലെ പച്ചത്തെറി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മൈക്കെല്ലാം മുന്നിലിരിക്കുന്ന സമയത്താണ്. ഇത് റെക്കോർഡിംഗ് ആയിരിക്കും എന്ന ബോധമില്ലാത്ത ആൾക്കാരല്ല. പുറകിലൊരു കേന്ദ്രമന്ത്രിയുടെയോ മറ്റോ പടം കണ്ടിട്ട് ഏതായി തടിയൻ എന്ന് ചോദിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, സ്വന്തം പാർട്ടിയുടെ. ഞാൻ പറഞ്ഞത് പൊതുജനം മണ്ടന്മാരല്ല, പൊതുജനം കഴുതയല്ല. ആൾക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വീണ്ടും ഈ ഷോ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തോ അൺടച്ചബിൾ ആളാണ്, നിങ്ങൾ അൺറീച്ചബിൾ ഹൈറ്റ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. അത് ആരെങ്കിലും ഈ പറയുന്ന നേതാക്കന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ കൂട്ടുകെട്ട് ഒരു സ്മാർട്ട് വർക്ക് ആവുന്നു, അല്ലെങ്കിൽ അത് ഈ ഇലക്ഷനെ വലിയ തോതിൽ സ്വാധീനിക്കാവുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കുന്നിടത്തുനിന്നാണല്ലോ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അബ്സല്യൂട്ട്ലി അതായിരുന്നല്ലോ സത്യത്തിൽ പാലക്കാട് നമ്മൾ കണ്ടത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിലുള്ള ഇക്വേഷൻ, അന്ന് നീലപ്പെട്ടി വിവാദമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ഇവരിതിനെ ചേർത്ത് നിന്നത്, ഡിഫെൻഡ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അന്ന് പറയപ്പെട്ടതാണ് VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രീതിയിലത്തേക്ക് ഇവിടെ ഒരു അച്യുതം ഉണ്ടാകുന്നു. അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം VD സതീശൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ. അവിടെ നിന്ന് VD സതീശൻ തള്ളി പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് അതാണ് ബോധ്യം. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി, അതെല്ലാം വേറെ. നിങ്ങളുടെ പൊളിറ്റിക്സിനെ ഇത് ബാധിക്കരുത്. നിങ്ങളുടെ പൊളിറ്റിക്സിനെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നോക്കാവൂ. സത്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ എത്ര വലിയ പോസിറ്റീവായിട്ട് അവർക്ക് ഒന്നിച്ച് പോകാൻ കഴിയുമായിരുന്നു. ഇപ്പം അവരെന്താ ചെയ്തിരിക്കുന്നത്, ഒരു ഡോറ് തുറന്നിട്ട് കൊടുത്തു BJPക്ക്, അല്ലേ? പാലക്കാട് BJPക്ക് ഇപ്പോൾ ഒരു ഡോറ് തുറന്നിട്ട് കൊടുക്കുകയാണ്. ഇനി അവിടെ വരുന്ന ഏതൊരു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളുമായിട്ട് ഒരു തരത്തിലും ഓൺ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഏതൊരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാലും അവർ തെരഞ്ഞെടുപ്പിൽ ഈ ബ്ലെയിം മൊത്തം കേട്ടേ പറ്റുള്ളൂ. കാരണം അവിടെ കോൺഗ്രസ് ഇങ്ങനെയുള്ള ഒരാളിനെയാണ് നിർത്തിയത് എന്ന രീതിയിലത്തേക്ക് വേറൊരു അഭിപ്രായം വരുന്നതെന്ന് വെച്ചാൽ, രാഹുൽ ഇത്തവണയും മത്സരിക്കുകയാണെങ്കിൽ, സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അവിടെ ജയിക്കുമെന്നുള്ളൊരു അഭിപ്രായം കൂടി ഉയർന്നു വരുന്നത്. സോ ഇത് കേട്ടിട്ടുണ്ടാവും? അത് ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷെ രാഹുൽ അങ്ങനെ സ്വതന്ത്രനായി നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ നിലപാടിന് പുല്ലുവിലയാണ് എന്നാണല്ലോ അതിനർത്ഥം. തന്നെയല്ല, ഈ പാർട്ടി പ്രവർത്തകരല്ലല്ലോ അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പാർട്ടി പ്രവർത്തകർ മാത്രം വോട്ട് ചെയ്താൽ ഒരിടത്ത് ഒരാളും ജയിക്കില്ല. നമ്മളെ അതിശയിപ്പിച്ച കാര്യം, ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ആശാസമരം ഉള്ള ആളുകൾ രാഹുലിനെ വളരെ കെട്ടിപ്പിടിക്കുകയാണ്. സ്ത്രീകളൊക്കെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. ഭയങ്കര വൈകാരികമായ പ്രകടനങ്ങളായിരുന്നു. അത് നമ്മളെ ഏതൊരു മനുഷ്യനെയും കാണുമ്പോൾ റീതിങ്ക് ചെയ്യുന്നൊരു കാര്യമാണല്ലോ അവിടെ നടന്നത്. അല്ലേ, അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു സദാചാര ബോധവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്യുക? സ്ത്രീകൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീ സൈക്കോളജി, അമ്മമാരുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ, അവർ ഈ അവിവാഹിതനായിട്ടുള്ള ചെറുപ്പക്കാരനെ അല്ല ആദ്യം കുറ്റം പറയുക. വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിലുള്ളത് എങ്കിൽ അവരെ കുറ്റം പറയും. അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു സൈക്കോളജിയാണ്. ആ സൈക്കോളജിക്ക് അനുസരിച്ചല്ല നിയമം പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ പൊളിറ്റിക്കൽ ധാർമ്മികത എന്ന് പറയുന്ന സംഭവം ആ സൈക്കോളജിക്ക് അനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന സമയത്ത് ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ് തുടങ്ങിയ പോയിന്റില്ലേ, ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയുടെ അടുത്തേക്ക് ഒരാൾ പോകുമ്പോൾ അയാളെ ഒരു പൊട്ടൻഷ്യൽ പ്രേ എന്ന രീതിയിലത്തേക്ക് കാണാനായിട്ട് സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ചർച്ചകളിൽ പോലും ആദ്യം പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ പുറത്താക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ ഒരു പരാതിക്ക് വന്നതിന് ശേഷം പിന്നീട് ഇങ്ങനൊരു ആരോപണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. വ്യാജമായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ഇതുണ്ടായിക്കഴിഞ്ഞാൽ
ഇദ്ദേഹത്തെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ അഡീഷണൽ ബാധ്യതയും പൊളിറ്റിക്കൽ ധാർമ്മികതയും അതിൻ്റെ എക്സ്റ്റൻഡ് ലൈബിലിറ്റിയും കോൺഗ്രസിന് കൂടിയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനും, അദ്ദേഹം ആരോപണം കേൾക്കുന്ന ഒരു കാര്യത്തിനും കോൺഗ്രസ് ലൈബിലിറ്റി ഇല്ല. പക്ഷേ അത് അറിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിനെ ബാക്ക് ചെയ്യുകയാണ് എങ്കിൽ പിന്നീടുണ്ടാകുന്ന ഏതൊരു ആരോപണത്തിൻ്റെയും ബാധ്യത വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കരുതുന്നത് രാഹുലിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നാളെ തെറ്റില്ല എന്ന് വന്നേക്കാം, തെറ്റുകാരനാണ് എന്ന് വന്നേക്കാം. പക്ഷേ എന്തൊക്കെയായാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു പൊളിറ്റീഷ്യന് വേണ്ടുന്ന, പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് വേണ്ടുന്ന ഒരു മോറൽ കോഡുണ്ട്. ആ കോഡ് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം കോടതിയിൽ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉഭയസമ്മത പ്രകാരമാണ് എന്നേ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന രീതിയിലത്തേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആ സമയത്താണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ധാർമ്മികത, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ധാർമ്മികത, ഒരു കുടുംബിനിയാണോ അതല്ലാത്ത ഒരു സ്ത്രീയാണോ, എനിക്കെന്തിനാണ് അവരുമായിട്ട് ബന്ധം, ഈ രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നല്ല, അമേരിക്കയിൽ ഉൾപ്പെടെ പേഴ്സണൽ, പ്രൊഫഷണൽ, പൊളിറ്റിക്കൽ ലൈഫ് എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ടല്ലേ ക്ലിൻ്റൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊന്നും തന്നെ ലോകത്തെങ്ങും കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, നമ്മുടെ നാട്ടിൽ വാഹനത്തിൽ സ്ത്രീ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായി വലിയ ബാക്ക്ലാഷ് നേടേണ്ടി വന്നിരുന്ന പഴയ കാലത്തുള്ള ഒരു നേതാവുണ്ട് എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഇന്നും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള നിരവധി ആൾക്കാർക്കെതിരെ ഈ രീതിയിലത്തേക്കുള്ള ആരോപണങ്ങൾ സ്ത്രീ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാളിൻ്റെയും പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചിട്ടില്ല. എത്രയോ കാലം നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ഐസ്ക്രീം പാർലർ, സോളാർ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളിൻ്റെയും പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചിട്ടില്ല. അത് രാഹുലിന് ചിലപ്പോൾ ഒരു പിടിവള്ളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരും തന്നെ അല്ല, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഇനിയും രാഹുലിനുണ്ടെന്നാണോ ശ്രീജിത്ത് പറയുന്നത്? ഉണ്ടാകാം, അത് അവസാനിച്ച് പോകണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ ആരുടെയും അവസാനിച്ചിട്ടില്ല. അങ്ങനെ അവസാനിക്കണമായിരുന്നുവെങ്കിൽ അവസാനിക്കേണ്ടുന്ന നിരവധി കരിയറുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ചെറുപ്പവുമാണ്. ഒരുപക്ഷെ നാളെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിരവധി പോകുന്ന സ്ഥലത്തെ ആൾക്കാരുടെ സ്വീകരണവും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ അദ്ദേഹം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരുമോ ഇല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം സമീപകാലത്ത് ഇപ്പം ഈ ഇലക്ഷനോടനുബന്ധിച്ച് വി.ഡി. സതീശൻ പറയുന്ന നുണകൾ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ ആണെങ്കിലും CPM ആണെങ്കിലും അതിനെ വല്ലാതെ വി.ഡി. സതീശൻ്റെ നുണകളെ പൊളിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ശ്രീജിത്ത് തന്നെ കാണുന്നത്? വി.ഡി. സതീശൻ പറയുന്ന ഈ നുണകൾ എങ്ങനെയാണ് കാണുന്നത്? എല്ലാം ഒന്നിനൊന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട എന്ന രീതിയിൽ രണ്ടാൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് വരെ സ്റ്റാർട്ട് ചെയ്തല്ലോ, മകനെ തിരിച്ചു വരരുതേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരാളൊരു നുണ പറയുകയാണെങ്കിൽ ആ സമയത്ത് അത് പൊളിക്കണം, അതല്ലാതെ മറ്റു രീതിയിലല്ല. പിന്നെ നിങ്ങൾ നുണ പറയുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ വേണം. അതല്ലാതെ അങ്ങോട്ട് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് അവർ തുടങ്ങി. അപ്പോൾ ആ വെബ്സൈറ്റിൽ ചെയ്തിരിക്കുന്നത് എന്താ, പണ്ട് UDF ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അഴിമതികളോ ആരോപണങ്ങളോ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടെല്ലാം തന്നെ അവരതിലിടുകയാണ്. ഞാൻ പറഞ്ഞ സിമിലർ ആയിട്ട് ഒരെണ്ണം സ്വന്തം കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ? പ്രൂവണായിട്ടുള്ള ആരോപണങ്ങളല്ലല്ലോ ഇതെല്ലാം ആരോപണങ്ങളാണ്. അങ്ങനെ ആരോപണങ്ങളാണെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിൻ്റെ 1-2 ടേംസിൽ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണമുണ്ട്? ഈ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ കാരണങ്ങളുണ്ട്. വയറ്റിൽ കത്രിക കണ്ടെത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കത്രിക 2-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്തു എന്ന് പറഞ്ഞ് ട്രോളുകൾ വരെ ആൾക്കാർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രോപ്പഗൻഡ. ആൾക്കാർ അതിനൊക്കെ അത്ര വില മാത്രമേ കൊടുക്കുകയുള്ളൂ. അതല്ലാതെ പ്രതിപക്ഷ നേതാവ് കളവ് പറയുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളതല്ലാതെ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ സഭയിൽ കളവ് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ഏതാണ്ട് 2 കോടിയോ 3 കോടിയോ എങ്ങാണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ നിന്ന് എടുത്തത്. ആ പൈസ തിരിച്ചടച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞത് VN വാസവനല്ലേ. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും 5 കോടിയാണ് സെപ്പറേറ്റ് ഫണ്ടിലേക്ക് മാറ്റിയത്. അതിൽ 3 കോടിയുടെ തിരിച്ചു വന്നു. മറ്റേ പൈസ എന്തുകൊണ്ട് തിരിച്ചടയ്ക്കുന്നില്ല? ദേവസ്വത്തിൻ്റെ ജനറൽ ഫണ്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് കളവാണ്. അത് ശരിയല്ല, സത്യമല്ല. വേണമെങ്കിൽ ന്യായീകരിക്കാം. അശ്വത്ഥാമാവ് എന്ന ആന എന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു മന്ത്രിയിൽ നിന്ന് അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോലും നുണ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടം നുണകൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഓരോന്നോരോന്ന് ഇപ്പൊ മത്സരം വരെ വെച്ചു DYFI കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലൊരു തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ കാര്യം എടുത്തിട്ടല്ല അതിനെ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനകത്തിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകണം. എൻ്റെ പോയിന്റ് ഈസ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രം ഇത് പറയുന്നു?
ഇങ്ങനെ ഒരു സീരീസ് ഓഫ് നുണ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നുണ പറയുന്ന സമയത്താണ് അത് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഇത് പറഞ്ഞാൽ അതിന് ഇഫക്റ്റീവ്നെസ് പോലും കുറയും. കാരണം എന്തുകൊണ്ട്? ഇത് പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട എന്ന രീതിയിലേക്ക് മാത്രമേ ആൾക്കാർ ഇതിനെ കാണുകയുള്ളൂ. നുണ പറയുന്നത് എല്ലാവരും ചെയ്യട്ടെ, പിന്നെ പൊളിച്ചെടുക്കട്ടെ, അതിൽ വി ഡി സതീശൻ പറയുന്നതിനെ പൊളിച്ചെടുക്കട്ടെ, അതേപോലെ പിണറായി വിജയൻ പറയുന്നതിനെയും പറയണം. മറ്റുള്ള ആൾക്കാർ അത് കോൺഗ്രസ് അത് ചെയ്യണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനത്തിലൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ സംശയങ്ങളുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിലേക്കുള്ള നേതൃത്വമില്ലാത്ത ജില്ലകൾ പോലുമുണ്ട്. ഞാൻ പറഞ്ഞ DCC അധ്യക്ഷനില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ജില്ലയിൽ ഒരു 7 മണ്ഡലം ഉണ്ടെങ്കിൽ ആ 7 മണ്ഡലത്തിലേക്ക് ഓട്ടോമാറ്റിക് ചോയ്സസ് ആയിട്ട് വരാൻ പറ്റുന്ന നേതാക്കന്മാരുടെ അഭാവം പോലും കോൺഗ്രസിലുണ്ട്. ആ കോൺഗ്രസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുക? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്ന് പറഞ്ഞ സാധനത്തിന് ഇവരെങ്ങനെയാണ് പ്രതിരോധിക്കുക? ഞാൻ പറഞ്ഞത് ഇത് നാട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇപ്പോൾ വി ഡി സതീശൻ്റെ നുണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നുണയാണെന്നോ അല്ലെന്നോ തെളിയിക്കേണ്ടുന്ന ബാധ്യത നാട്ടുകാർക്കില്ല, കോൺഗ്രസിനാണ് ഉള്ളത്, അല്ലേ? തിരിച്ചെന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ബാധ്യത കോൺഗ്രസിനാണ്. കോൺഗ്രസ് അത് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേതാവ് മുഖ്യമന്ത്രിയൊക്കെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടക്കുമ്പോൾ അതിന് താഴേക്കുള്ള സംവിധാനം ചലിപ്പിക്കാൻ അവർക്ക് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോംപ്ലസൻസി ഏറ്റവും കൂടുതലുള്ള ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഈ 2020 ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നമ്മൾ ആണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ശ്രീജിത്ത് കാണുന്നത്? ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ എങ്ങനെയാണ് 2020 വലിയ രീതിയിലത്തേക്കുള്ള അക്സെപ്റ്റൻസ് ചില സ്ഥലങ്ങളിലെങ്കിലും കിട്ടിയെന്ന് നമുക്കറിയാം. MLA-മാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് അവർക്ക് പല സ്ഥലങ്ങളിലും അവരുടെ പ്രസൻസ് 10 വർഷത്തോളം ഒരു പാർട്ടിയെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര നിസ്സാരമേ നമുക്ക് അതിനെ കാണാൻ തന്നെയുമല്ല. ഞാനതിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, അതൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്നത് പോലുമില്ല. അതൊരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ, പാർട്ടി എന്ന രീതിയിലേക്ക് പോലും അത് വന്നിട്ടില്ല. ഞാനൊരു എൻറ്റിറ്റിയെ പാർട്ടി എന്ന് വിളിക്കണമെങ്കിൽ അവർക്ക് ഐഡിയോളജി ഉണ്ടാവണം. അപ്പം നിലവിൽ 2020 ആ രീതിയിലത്തേക്കുള്ള ഐഡിയോളജി ഇല്ല. അവരുടെ ഒരൊറ്റ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ, ഡെവലപ്മെൻറ്റ്, ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ സത്യത്തിൽ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിലൊരു ഘടകകക്ഷിയാകാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യത്തിലേക്ക് വന്നാൽ അവർക്കുണ്ടാകേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ധനകാഴ്ചപ്പാടിതാണ്, കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിതാണ്, ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിതാണ്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് അവരൊരു കാര്യമായ പഠനം നടത്തി അവരുടെ ഐഡിയോളജി പ്രഖ്യാപിക്കേണ്ട ഒരു സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. കാരണം അവർ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് എറണാകുളത്ത് നിന്ന് മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി കാര്യമായ പ്രസൻസിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അവർ NDAയിൽ ചേരുന്നു. അപ്പോൾ NDAയുടെ ബാക്കിംഗ് കൂടി അവർക്ക് കിട്ടും. ആ രീതിയിലത്തേക്ക് അവർ വരിക സത്യത്തിൽ നല്ലതാണ്. കാരണം ഇപ്പോൾ നിലവിൽ അവരെ പറയുന്നത് എന്താണ്? അരാഷ്ട്രീയവാദി, അപൊളിറ്റിക്കൽ ഫോഴ്സ്, ഈ രീതിയിലത്തേക്ക് അവരെ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. വികസനം എന്ന് പറയുന്നതാണ് എല്ലാവരും പറയുന്ന രാഷ്ട്രീയം. വെൽഫെയർ എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാവരും രാഷ്ട്രീയം. വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് CPM. അതുകൊണ്ടാണ് 2021 കിറ്റ് കൊടുത്തുകൊണ്ട് വീണ്ടും ഭരണത്തിൽ വന്നത്. കോവിഡ് സമയത്ത് എല്ലാവരും സ്ട്രെസ്ഡ് ആയിരുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് 2020 പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു പക്ഷേ ഈ നേരത്തെ ഇവരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ എവിടെയാണ് 2020 നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ കൃത്യതയൊന്നുമില്ല. കാരണം അവർക്ക് നയം ഒന്നും കാര്യമായിട്ടില്ല. NDAയോട് കൂടി ചേരുന്നത് കൊണ്ട് അവിടെയാണ് എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ നയരൂപീകരണം ഇല്ലാതെ തന്നെ പല സ്ഥലങ്ങളിലും ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം അവരൊരു മോഡൽ ചുരുങ്ങിയ ചില സ്ഥലത്താണെങ്കിലും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താ? വിലക്കുറവ്, ആൾക്കാർക്ക് കുറച്ച് സൗകര്യങ്ങൾ, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കും കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പാവങ്ങളായതുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മൾ അതർവൈസ് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിൽ നിന്ന് ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ആൾക്കാർ ഇത് ശ്രമിക്കുന്നത്. നമ്മുടെ സുപ്രീം കോടതി വരെ പറയുന്നുണ്ട്, എന്തിനാണ് ഇലക്ഷൻ ആകുന്ന സമയത്ത് ഫ്രീ ബീസ് കൊടുക്കുന്നത്? ഫ്രീ ബി പൊളിറ്റിക്സ് കൊണ്ട് നിങ്ങൾ മടിയന്മാരെ ഉണ്ടാക്കാനാണോ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അടുത്തിടെയും കൂടി സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ എന്നിട്ടും അത് സ്വീകരിക്കുന്ന എന്തുകൊണ്ട് ആൾക്കാർ? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നിവൃത്തികേടുകൊണ്ട്. അതർവൈസ് അവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഇലക്ഷൻ സമയത്തായിരിക്കും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് ഇലക്ഷൻ സമയത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷേ ആൾക്കാർ എന്തുകൊണ്ടാണ് പൈസ വാങ്ങുന്നത്? അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ. കാരണം എനിക്ക് അതേ കിട്ടുന്നുള്ളൂ, അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ലെജിറ്റിമേറ്റായിട്ട് അവർക്കൊരു സബ്സിഡി കൊടുക്കുക, അതിൻ്റെ കോസ്റ്റ് അവർ ബെയർ ചെയ്യുക, CSRൽ കവർ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2020 ഒരു ത്രട്ടായിട്ട് കാണുന്ന ആൾക്കാർ
അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്ന മെഷേഴ്സ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇനി അവർ അരാഷ്ട്രീയവാദിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫ് കോഴ്സ് ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നയരൂപീകരണം എന്നതുമായി വളരെ കുറച്ചുകൂടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർ മുൻകാലങ്ങളിൽ CPM-നോട് ചേർന്ന് നിൽക്കുന്ന CPM ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആ രീതിയിലായിരുന്നു അതിൻ്റെ പോക്കുണ്ടായിരുന്നത്. പിന്നീട് അത് മാറി വരുന്നു, തിരിച്ച് ഇപ്പം NDA-യിലേക്ക് ചേരുന്നു. അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ജനവിഭാഗമുണ്ട്. ഈ രണ്ട് പാർട്ടികളെ മടുത്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്, എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ കുറേ ആളുകൾ അതിൽ നിന്ന് ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി അങ്ങനെയുള്ള വാർത്തകൾ വരികയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അവരുടെ താല്പര്യമുള്ള കുറേയധികം ആൾക്കാർ പോയി. പക്ഷേ സാബു ജേക്കബ് പറയുന്നത് അതൊക്കെ തെറ്റായ വാർത്തകളാണ് എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്തത്. അതെന്തായാലും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവർ വികസനത്തിന് വേണ്ടി അവർ വെൽഫെയർ, നേരത്തെ ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുക, ഈ രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്സാണ് ഒരു ആൾക്കാരുടെ ഇടയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CSR ഫണ്ടും മറ്റു കാര്യങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? CSR ഫണ്ട് അതിനേക്ക് ഉപയോഗിക്കുന്നില്ല എന്നാണ് സാബു ജേക്കബ് എന്നോട് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് വിശദീകരണമാണ്. ഞാൻ പറഞ്ഞത് 2020-യുടെ. പക്ഷേ പൊതുവെ ആൾക്കാർ പറയുന്നത് അതെ, നമ്മളിപ്പോൾ റാൻഡമായിട്ട് ആൾക്കാരുടെ അല്ല, അവരത് പറയില്ലായിരിക്കും. കാരണം ആ രീതിയിലത്തേക്ക് അത് ചെയ്തുകൂടാ എന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തായാലും ഇവരത് സബ്സിഡൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ഫൈനാൻഷ്യൽ മോഡലുണ്ട് അല്ലേ? ആ മോഡൽ എന്തും ആയിക്കോട്ടെ, CSR ആയിക്കോട്ടെ, നോൺ CSR ആയിക്കോട്ടെ, ഇവർ പറയുന്ന രാഷ്ട്രീയത്തിനോ അവർ CPM-ൽ നിന്ന് അകലുന്നതിനോ ഒരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരാൾക്കും തർക്കമില്ല. ആ കാരണം എന്തായിരുന്നു? ഇവരോടുള്ള മോശമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് എന്താ ചെയ്ത്, വേറൊരു സംസ്ഥാനത്ത് നിന്ന് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് അയച്ച് ഇവരെ വിളിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കൂടി നടക്കേണ്ടിയിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു സ്ഥാപനത്തിനോട് മോശമായ രീതിയിലത്തേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനത്തിന്റെ പേരിൽ ഇത് പോയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാബു ജേക്കബിന് പറയാനുള്ള വോയിസ് ഉണ്ട്, എന്ത് കാരണത്താലായാലും. അതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭയം, ഇപ്പൊ ED ഭയന്നിട്ടാണെന്ന് പലരും പറയുന്നു, ഫണ്ടിങ് ആണെന്ന് പലരും പറയുന്നു. അതൊക്കെ ലക്ഷ്യമിട്ടാണോ പോയതെന്ന് നമുക്ക് പറയാൻ പറ്റും? അല്ല, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ബിസിനസ്സും അങ്ങനെ നിൽക്കരുത്. അപ്പോൾ ED ഭയമില്ലാത്ത ബിസിനസ്സുകാരാണോ ഇന്ന് നിൽക്കുന്ന ബാക്കി എല്ലാ ബിസിനസ്സുകാരും? നമ്മുടെ നാട്ടിൽ എത്രയോ വലിയ ബിസിനസ്സുകാരുണ്ടല്ലേ? അപ്പോൾ അവരെല്ലാവരും ED ഭയക്കാത്തവരാണ് എന്നൊരർത്ഥമുണ്ടോ? നാളെ ഒരാൾ അയാളുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ നമുക്കറിയാമല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന എത്രയോ ബിസിനസ്സുകാരുണ്ട്. നമ്മുടെ ഇന്നത്തെ സംസ്ഥാന സർക്കാരിനോടും അതിനെ നയിക്കുന്ന പാർട്ടിയോടും ചേർന്ന് നിൽക്കുന്ന വ്യവസായ പ്രമുഖന്മാർ എന്ന് പറയാവുന്ന എത്രയോ ആൾക്കാർ ഇവിടെയുണ്ട്. ഞാൻ ആരുടെയും പേര് പറയേണ്ടുന്ന കാര്യമില്ല. നാളെ അതിലാരെങ്കിലും BJP സംസ്ഥാനത്ത്, അതിൽ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളമുള്ള ഇവിടുത്തേതിനേക്കാൾ കൂടുതലുള്ള ആൾക്കാരുമുണ്ട്. അതെന്ത് BJP ED വിട്ട് പേടിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാണ്? ഒന്നുമല്ല. അങ്ങനത്തെ ഒരു കാര്യമൊന്നും പറയുന്നൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെപ്പോഴാണ് പറയുക? നമുക്ക് വേറൊന്നും കൊണ്ട് ന്യായീകരിക്കാൻ പറ്റാത്തപ്പോഴാണ്. ആ വാദമാണോ കൂടുതൽ ശക്തം, അതോ കിറ്റക്സിനെ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാദമാണ്? നമ്മൾ പറഞ്ഞ CSR-ന്റെ വിഷയത്തിൽ സാബു ജേക്കബിനോട് ചേർന്ന് നിൽക്കാത്ത ആൾക്കാരും പുള്ളി എവിടെ നിന്ന് ഓടിച്ചതാണെന്ന് പറയില്ലേ? ആ വിഷയത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മുടെ വികലമായിട്ടുള്ള കുറേ നയങ്ങളുടെ ഫലമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ആൾക്കാർക്ക് സാധിക്കുമായിരുന്നു. അതല്ലാതെ ED പേടിച്ചിട്ട് ആൾക്കാർ ഓടി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ED പേടിച്ചിട്ടാണെങ്കിൽ പാർട്ടി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ED പേടിച്ചിട്ടാണെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് വേണ്ടല്ലോ. ഇവർക്ക് അല്ലാതെ ആ പൈസയും കൂടെ കൊടുത്താൽ പോരെ. അതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ജെനുവിനായിട്ടുള്ള ഇൻട്രസ്റ്റുകളാണ്. അതിനെയൊക്കെ നമ്മൾ ഈ ദോഷേകതർക്കായിട്ട് നമ്മുടെ നാട്ടിൽ പല ആളുകൾ കാണുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഹാവിങ് സെഡ് ഓൾ ദാറ്റ്, അതൊരു നല്ല മൂവ്മെൻ്റ് ആണ്. അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ അതിന് പോളിസി കൂടി ഉണ്ടാകണം. കാരണം ഇവിടെ മറ്റേതൊരു പാർട്ടിയും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവർക്കൊണ്ടാണ്. ആൾക്കാർക്ക് അത് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇത് വരട്ടെ. അവരെ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞ് എതിർക്കണ്ട. അവർക്ക് ഭയമാണ്, അവർക്ക് ED പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞവരെ എതിർക്കേണ്ടുന്ന കാര്യമില്ല. ബാലറ്റ് പേപ്പറിൽ അവരെ താല്പര്യമില്ലെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റുമല്ലോ. നമ്മൾ വോട്ടിംഗ് മെഷീനിൽ ചെയ്ത് കാണിക്കാം. അതല്ലാതെ സാബു ജേക്കബ് പാർട്ടി ഉണ്ടാക്കട്ടെ, പ്രവർത്തിക്കട്ടെ, ആൾക്കാർ വരട്ടെ. CPM-ലേക്ക് വരുമ്പോൾ CPM-നെ നയിക്കാൻ MV ഗോവിന്ദന് എത്രത്തോളം കേപ്പബിലിറ്റി ആണ് എന്ന് തോന്നുന്നുണ്ട്? ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു പ്രവർത്തനവും മൊത്തത്തിൽ CPM-നെ താങ്ങി നിർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അദ്ദേഹത്തിന്? CPM എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റെയിനിങ് സംവിധാനമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ലീഡ്സ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് ഡയറക്ഷൻ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് റുട്ടീൻ കാര്യങ്ങളെല്ലാം ഈ പാർട്ടി നടത്തിക്കൊണ്ട് പോകുക. കാര്യത്തിൽ ഒരു തർക്കമില്ല. വിജയരാഘവൻ അവിടെ ഇരുന്നിരുന്നു.
ആക്ടിങ് കുറച്ച് ഒരു വ്യക്തിയിലല്ല ഒരിക്കലും CPM പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അതെ. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും ഇറസ്പോൺസിബിളായി സംസാരിക്കുകയും ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ഒരു പക്ഷേ അദ്ദേഹമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പരസ്പര വിരുദ്ധമാണ്. പാർട്ടിയുടെ നിലപാടുകൾ ഫർദർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പറയുന്ന പല കാര്യങ്ങളും അടുത്ത നിമിഷം ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പാർട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ വിഷയത്തിൽ തന്ത്രിയുടെ വിഷയം പറഞ്ഞില്ലേ, തന്ത്രി അഫിഡവിറ്റിൽ എഴുതി കൊടുക്കുകയാണ് സർക്കാരിന് എന്നോട് 2 വിഷയങ്ങളിൽ വിരോധമുണ്ട്. അതിലൊന്ന് ശബരിമലയിൽ യുവതീ പ്രവേശം ഉണ്ടായാൽ നടയടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. 2 ശബരിമല എല്ലാ ദിവസവും തുറന്നു വെക്കണമെന്ന് സർക്കാരിന് താല്പര്യം ഉണ്ടായിരുന്നത് ഞാൻ അനുവദിച്ചില്ല. അപ്പോൾ സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള 2 കാര്യങ്ങളെ നടത്താൻ അനുവദിക്കാഞ്ഞത് തന്ത്രിയാണ് എന്നതിൻ്റെ പേരിൽ എന്നോട് വിരോധമുണ്ട് എന്നാണ് തന്ത്രി ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. കോടതി അത് വിധിയിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ സത്യത്തിൽ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതെന്നാണ്. അത് തന്ത്രിയുടെ തെറ്റിദ്ധാരണയാണ്. ഈ സംഭവങ്ങൾ നടന്നിട്ട് വളരെ കൂടുതൽ കാലമായി. ഈ നട തുറന്നിരിക്കുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് ഡിസ്കസ് ചെയ്തത്. അതിലെ അഭിപ്രായം കേട്ടത് മാനിക്കുകയാണ് ചെയ്തത്. യുവതീ പ്രവേശ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരുന്ന ഒരു തീരുമാനമാണ്. തന്ത്രി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള കസ്റ്റോഡിയൻ എന്ന രീതിയിലാണ് അദ്ദേഹം പോലും പറയുന്നത്. പിന്നെ എന്തിനാണ് അദ്ദേഹം സർക്കാരായിട്ടുള്ള ഞങ്ങളെ ഭയക്കുന്നത്? അദ്ദേഹത്തിനുള്ളത് തെറ്റിദ്ധാരണയാണ് എന്ന് മാത്രം പറയുകയായിരുന്നുവെങ്കിൽ അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു. തന്ത്രി പെരിങ്കളനാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്ത്രി പെരിങ്കളനാണ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് സർക്കാരിനെതിരെ എന്തെങ്കിലും പരാമർശം അദ്ദേഹത്തിൻ്റെ ബെയിൽ പ്ലേയിൽ ഉണ്ടെങ്കിൽ ഇവർ മറുപടി പറയണം. പക്ഷേ സാധ്യതകൾ ഇല്ലാതാക്കുന്ന രീതിയിലത്തേക്ക് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റഫാൽ ഉദാഹരണമില്ലേ, എത്ര റഫാൽ വീണു എന്ന് ചോദിക്കാൻ പാടില്ലാത്തൊരവസരത്തിൽ ചോദിക്കുന്നത് പോലെയാണ് തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് കോടതി പറയുന്ന സമയത്ത് വന്നിരുന്നിട്ട് ഒരാൾ പറയുന്നത് തന്ത്രി പെരിങ്കളനാണ്. എന്നാൽ പെരിങ്കളനാണെന്നുള്ള തെളിവ് നിങ്ങൾ മുന്നിൽ വെക്ക്. ഇതിനെ നമ്മൾ മോട്ടോർ മൗത്ത് എന്ന് പറയുന്നത്. ലൗഡ് മൗത്ത് ആവുകയാണ്, വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയുകയാണ്. അങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു വിഷയം വരുമ്പോൾ ഒരു തരത്തിലും എന്താ പറയുക സംസാരമോ അല്ലെങ്കിൽ ചർച്ചയൊന്നും എടുക്കാതെ അദ്ദേഹം അത് പറയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, പല വിഷയങ്ങളിലും അങ്ങനെ ആയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് CPM കൃത്യമായ ഒരു അജണ്ട ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ CPM-ന് എന്തായാലും ഒരു മറുപടി എവിടെയായും കാത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ. നിശ്ചയമായും. അത് തന്നെയല്ല, അദ്ദേഹം മാത്രമല്ല, P. രാജീവിന്റെ അഭിപ്രായം വന്നു, MP രാജേഷിന്റെ അഭിപ്രായം വന്നു. അവരെല്ലാവരും സിമിലർ ലൈനാണ് പറയുന്നത്. പക്ഷെ തന്ത്രി പെരിങ്കള്ളനാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയില്ല. അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രതിയായിരിക്കുന്നത്. പക്ഷേ പെരിങ്കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളിൻ്റെ പുറത്തൊരു സ്റ്റാമ്പ് കൊടുക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. കാരണം നിങ്ങൾ അന്നേരം അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? സിമിലർ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഗണപതി മിത്ത് വിഷയം വന്നില്ലേ? അപ്പോൾ അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞതാണ്, ഗണപതി മിത്താണ്, ആർക്കാണറിയാമേ അത് ഗണപതി മിത്തല്ലേ, മിത്താണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അള്ളാഹുവിൻ്റെ എന്തോ കാര്യം ചോദിച്ചിരുന്നു, ഉടനെ പ്ലേറ്റ് മാറ്റി. എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആര് പറഞ്ഞു ഗണപതി മിത്താണ്? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ്? നിലപാടാണോ നിലപാടില്ലായ്മയാണോ? അങ്ങനെയുള്ള ആൾക്കാരല്ല ലീഡർഷിപ്പിൽ ഇരിക്കേണ്ടത്. പിണറായിസം എന്ന് അൻവർ പറയുന്നത് പോലെ തന്നെ അതും ഈ ഒരു ഘടകത്തിലേക്ക് ഇപ്പം ഗോവിന്ദമാഷെ പോലെയുള്ള ആളുകൾക്ക് പിണറായിയെ ഖണ്ഡിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടോ CPM-ൽ? ഒരു സമയത്ത് ഇത് മാധ്യമങ്ങൾ തിരിച്ചു പറഞ്ഞിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം പല കാര്യങ്ങളിലും പിണറായി വിജയന്റെ അഭിപ്രായം അല്ല പാർട്ടിക്ക് എന്ന രീതിയിലത്തേക്കുള്ള പല സ്റ്റേറ്റ്മെന്റുകളും ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്താണ്? ഒരു തിരുത്തൽ ശക്തിയെ പോലെ ഇവിടെ MV ഗോവിന്ദൻ പ്രവർത്തിക്കുന്നു, പിണറായിസമല്ല ഇനി നടക്കാൻ പോകുന്നത്, CPM-ന്റെ ശരിയായ കൺവെൻഷണൽ ലൈനാണ് എന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാനതിൻ്റെ ലിങ്കുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതില്ല. അതെന്തുകൊണ്ടാണ്? ഏതോ ഒരു സമയത്ത് തീർന്നു. തുടക്കത്തിലുണ്ടായിരുന്നു ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിനുശേഷം അതില്ല. അങ്ങനെയില്ല. 2 രീതിയിലാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലുള്ള ഒരു സബോർഡിനേറ്റ് MLA കൂടിയാണ് അദ്ദേഹം. പാർട്ടി തലത്തിലേക്ക് വരുന്ന സമയത്ത് പാർട്ടിയുടെ ഹെഡ് അദ്ദേഹമാണ്. ഇത് വളരെ കോൺഫ്ലിക്റ്റിംഗ് പൊസിഷൻസാണ്. ഒരു സ്ഥലത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് നിങ്ങൾ നിയമസഭയിൽ ഇരിക്കുകയും എന്നാൽ പാർട്ടി തലത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ആയിട്ട് പാർട്ടിയാണല്ലോ
പാർട്ടി ചുമതലകളാണല്ലോ പാർട്ടിക്ക് ഏറ്റവും വലുത് മറ്റേത് ഇലക്ടഡ് പൊസിഷൻസിനേക്കാളും. അങ്ങനെ വരികയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഹെറൻറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കോംപ്രമൈസസ് ഒക്കെ എവിടെയൊക്കെയോ നടന്നു പോയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആൾ എം എ ബേബിയാണ്. പക്ഷേ അതിലും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ റോള് തന്നെ ഒരു പക്ഷേ ഡിമിനിഷ്ഡ് ആകുന്നത് പോലെയാണ് എം എ ബേബി നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് നിന്നുള്ള ആൾ, അതായത് രണ്ടുപേരും നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന രീതിയിലാണല്ലോ പറയുക. അപ്പോൾ സി പി എമ്മിൻ്റെ കേരള സെക്രട്ടറി ഒരു അഭിപ്രായം പറയുകയും അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ദേശീയ സെക്രട്ടറി പറയുകയും ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഈ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് പോലും വിലയില്ലാത്തതുപോലെ മറ്റേതിനാണല്ലോ കൂടുതൽ വില കൊടുക്കേണ്ടത്. മാധ്യമങ്ങൾ ആ രീതിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്തില്ല എങ്കിൽ പോലും. അപ്പോൾ ഞാൻ കരുതുന്നത് ശ്രീ എം എ ബേബി അവിടെ വരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ റോൾ ഡിമിനിഷ്ഡ് ആയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മാധ്യമങ്ങളുമായി വളരെ ആക്സസ് ഉള്ള ആളാണ്, മാധ്യമങ്ങളുമായി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് എം എ ബേബി. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വെയിറ്റ് കിട്ടാവുന്ന മറ്റൊരു മലയാളി, പേരിലല്ലേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയാണല്ലോ, നേതാക്കന്മാരും എല്ലാം ഇവിടുത്തെ ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് അവിടെ എം എ ബേബി വരുന്ന സമയത്ത് തന്നെ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ റോള് ഡിമിനിഷ്ഡ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. വേറെ സംസ്ഥാനത്തു നിന്നുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അത്രയും വരില്ല. കാരണം ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും മാധ്യമങ്ങൾ എം എ ബേബിയോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ സീതാറാം യെച്ചൂരി സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, പ്രകാശ് കാരാട്ട് സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കേരളത്തിലുള്ള റുട്ടീൻ സി പി എം വിഷയങ്ങളൊന്നും അവരോട് ആരും ചോദിക്കാറില്ല. ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്ന സമയത്ത് ഓഫ് കോഴ്സ് ചോദിക്കാറുണ്ട്. ഇതങ്ങനെയല്ല, എല്ലാ വിഷയവും എം എ ബേബിയുടെ അടുത്ത് ചോദിക്കും. എം എ ബേബി അതിന് അഭിപ്രായം പറയും. ഞാൻ പറയുന്നത് ഈ രണ്ടുപേരും പറയല്ലേ, രണ്ടുപേരും രാജാവും മന്ത്രി എല്ലാം കൂടെ ഒരിടത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം വന്നപ്പോൾ തന്നെ റോള് ഡിമിനിഷ്ഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്.